കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടോവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഈ കഥയുടെ പേര് പട്ടത്തിനെ പോലെ ഉയരൂ. ഗൂർവൻ എന്ന സ്ഥലം ഇന്ത്യയിൽ ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. അവിടെ രവി എന്ന ബാലകൻ ജീവിക്കുകയായിരുന്നു. അവന്റെ അച്ഛൻ ആ പട്ടണത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു. അവർ ഒരു വലിയ കൊട്ടാരത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അച്ഛനമ്മയുടെ ഏക മകനായിരുന്നു രവി. അതുകൊണ്ട് അവനെ അവർ വളരെയധികം സ്നേഹിച്ചു. പക്ഷേ അവരുടെ കടുത്ത പണി കാരണം രവിയോടൊപ്പം സമയം ചെലവിടാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ ഉയർന്ന കുടുംബനില കാരണം രവിക്ക് കുറെ സുഹൃത്തുക്കൾ വെളിയിൽ നിന്നും കിട്ടിയില്ല. അവൻ ടെറസിൽ നിന്നും കുറെ കുട്ടികൾ വെളിയിൽ കളിക്കുന്നത് എപ്പോഴും കാണുമായിരുന്നു. പക്ഷേ അവനെ കൊണ്ട് അവിടെ പോയി കളിക്കാൻ പറ്റിയില്ല. അവൻ എപ്പോഴും അവന്റെ അച്ഛനമ്മ വാങ്ങിച്ചു കൊടുത്ത ഇലക്ട്രോണിക് സാധനങ്ങളും വീഡിയോ ഗെയിംസും വെച്ച് അവൻ ഒറ്റയ്ക്ക് കളിക്കുമായിരുന്നു. മകരസംക്രാന്തി അടുത്തെത്തിയ നിലയിൽ മൊത്ത നഗരവും പട്ടം വിടുന്ന ഉത്സവത്തിനായി തയ്യാറാകുകയായിരുന്നു. ഗൂർവൻ നഗരത്തിൽ മകരസംക്രാന്തിക്ക് എന്ന് പ്രാധാന്യമുണ്ട്. അന്നത്തെ ദിവസം അവിടെയുള്ള മൊത്ത ജനവും അവരുടെ വീട്ടിന്റെ ടെറസിലും മറ്റ് തുറന്ന സ്ഥലങ്ങളിലും വന്ന് പട്ടം വിടുമായിരുന്നു. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. വിധവിധമായ പട്ടങ്ങൾ, വിധവിധമായ നിറങ്ങളിൽ അവരുടെ പട്ടങ്ങൾ മേലേക്ക് ഉയർന്നു പറക്കുമായിരുന്നു. മകരസംക്രാന്തി ദിവസം മൊത്ത ആകാശവും പട്ടങ്ങൾ നിറഞ്ഞു കാണുമായിരുന്നു. അതിൽ ചിലത് ഡ്രാഗനെ പോലെയും, ചിലത് ഓക്ടോപസിനെ പോലെയും, ചിലത് കടൽ കുതിരയെ പോലെയും, ചിലത് റോബോട്ടിനെ പോലെയും ഉണ്ടായിരുന്നു. ജനങ്ങൾ മകരസംക്രാന്തി ദിവസം ആകാശവിളക്കുകളും സന്തോഷത്തോടെ പറപ്പിക്കും. അത് ഗൂർവൻ നഗരത്തിന്റെ ആകാശത്തെ തന്നെ നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ തിളങ്ങുമായിരുന്നു. രവിയും എപ്പോഴും പോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പട്ടം വിടുന്ന ഉത്സവത്തിനായി. രവിയുടെ അച്ഛൻ അവനായി കുറെ പട്ടങ്ങൾ കൊണ്ടുവന്നു എന്ന് അവൻ കേട്ടു. പക്ഷേ എല്ലാ പട്ടങ്ങളും അവൻ ഒറ്റയ്ക്ക് തന്നെ വിടണമായിരുന്നു. എപ്പോഴും വീഡിയോ ഗെയിം കളിക്കുന്നതിന് പകരം പട്ടം വിടുന്നത് കരുതി അവൻ കുറച്ച് സന്തോഷത്തിലുമായിരുന്നു. അന്നത്തെ ദിവസം രവിയുടെ അച്ഛൻ പട്ടം വിൽക്കുന്ന കടയ്ക്ക് അവനെ കൊണ്ടുപോയി. നിനക്ക് വേണ്ടുന്നത്ര പട്ടം വാങ്ങിച്ചോളൂ എന്ന് അവന്റെ അച്ഛൻ പറഞ്ഞു. രവി അവിടെയുള്ള വിധവിധമായ പട്ടങ്ങളൊക്കെ ചുറ്റി നോക്കാൻ തുടങ്ങി. അവിടെ ഒരു കുട്ടി പട്ടം വിൽക്കുന്നത് രവി കണ്ടു. അവനെ വിളിച്ച് രവി പറഞ്ഞു, ഹായ്, എന്റെ പേര് രവിയാണ്. നിന്റെ പേരെന്താണ്? ഹായ്, എന്റെ പേര് ഗോപി. ഇതെന്റെ അച്ഛന്റെ കടയാണ്. നിനക്ക് എന്താ വേണ്ടത്? ഗോപി, ഞാനിവിടെ കുറെ പട്ടങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഈ വർഷം പറപ്പിക്കാൻ. നിന്റെ കടയിലുള്ള മികച്ച വെറൈറ്റി പട്ടം ഏതാണെന്ന് എനിക്ക് കാണിച്ചു തരുമോ? തീർച്ചയായും സുഹൃത്തേ, ഗോപി പറഞ്ഞു. ഗോപി രവിയെ സുഹൃത്തേ എന്ന് വിളിച്ചതും അവന് വളരെ സന്തോഷമായി. അവൻ എപ്പോഴും നല്ല സുഹൃത്തിന് വേണ്ടി എഴുതിയിരിക്കുകയായിരുന്നു. അവരുടെ സംഭാഷണം തുടർന്നു. ഗോപി, നിന്റെ അച്ഛൻ ഇവിടെ കുറെ പട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് കാരണം നീ കുറെ പട്ടങ്ങൾ പറപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോപിയുടെ മുഖം മാറിപ്പോയി. അവൻ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഇല്ല രവി, ഇവിടെയുള്ള പട്ടങ്ങൾ മൊത്തം വിൽക്കാൻ മാത്രമാണ്. ഇവിടെയുള്ളതിൽ നിന്നും ഞാനൊന്നും എടുത്ത് പറപ്പിക്കാൻ പറ്റില്ല. അതും ഈ സീസണില് ഏത് പട്ടവും എന്നെ കൊണ്ട് പറപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെന്നാൽ ഞാൻ എന്റെ അച്ഛനെ ഇവിടെ സഹായിക്കണം, ഇവിടെയുള്ള മൊത്ത പട്ടവും വിൽക്കാൻ. അപ്പോഴേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണം കിട്ടുകയുള്ളൂ. ഇവിടെയുള്ള എല്ലാ പട്ടങ്ങളും ഞങ്ങൾക്ക് വിലയേറിയ പട്ടമാണ്. ഇത് മുഖേനയാണ് ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത്. നീ വളരെ ലക്കിയാണ്. നിന്റെ അച്ഛൻ നിനക്കായി കുറെ പട്ടങ്ങൾ വാങ്ങിച്ചു തരുന്നുണ്ട്. നീ അത് നിന്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് മനസ്സ് നിറഞ്ഞ് നീ പറപ്പിക്കാം. രവി പറഞ്ഞു,
ഗോപി, എനിക്കങ്ങനെ സുഹൃത്തുക്കൾ എന്ന ആരുമില്ല. അതോടൊപ്പം എന്റെ അച്ഛന് എന്റെ കൂടെ ചേർന്ന് പട്ടം വിടാൻ സമയവുമില്ല. അത് കാരണം ഈ പട്ടങ്ങൾ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറപ്പിക്കണം. ശരിക്കും നീയാണ് ലക്കി. നീ നിന്റെ അച്ഛനോടൊപ്പം ചേർന്ന് കടയിൽ പണിയെടുക്കാൻ ഒരു സാഹചര്യം ലഭിക്കുന്നു. പക്ഷേ എനിക്കതൊന്നും കിട്ടില്ല. രവിയുടെ അച്ഛനും ഗോപിയുടെ അച്ഛനും ഇവർ സംസാരിക്കുന്നതൊക്കെ കുറച്ചു ദൂരെ നിന്ന് കേൾക്കുകയായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അവരുടെ മക്കൾ തങ്ങൾക്ക് വേണ്ടി എത്രയൊക്കെ ത്യാഗം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. രണ്ടുപേരും തമ്മിൽ തമ്മിൽ നോക്കാൻ തുടങ്ങി. അവരുടെ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നാൻ തുടങ്ങി. രവിയുടെ അച്ഛൻ ഗോപിയുടെ അച്ഛനോട് പറഞ്ഞു, ഹലോ, ഞാൻ നിങ്ങൾക്കൊരു നിർദ്ദേശം തരട്ടെ. ഈ പട്ടങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചാൽ നിങ്ങൾ ഗോപിയെ കടയിൽ നിന്നും അയക്കുമോ എൻ്റെ വീട്ടിലേക്ക്? അവൻ രവിയോടൊപ്പം ചേർന്ന് പട്ടം പറപ്പിക്കട്ടെ. ഗോപിയുടെ അച്ഛൻ അതങ്ങോട്ട് അനുസരിച്ചു. അവൻ രവിയോടൊപ്പം ചേർന്ന് പട്ടം പറപ്പിക്കാൻ പോയിക്കോട്ടെ എന്ന് അയാൾ പറഞ്ഞു. ഗോപിയും രവിയും രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. ഗോപിക്ക് ഏറെ സന്തോഷമായിരുന്നു. പട്ടം വിടുന്ന ഉത്സവത്തിൽ അവനും പട്ടം പറപ്പിക്കാൻ പോകുന്നു എന്ന് കരുതി. കുറെ കാലത്തിന് ശേഷം രവിക്കും വളരെ സന്തോഷമാണ്. എന്തെന്നാൽ ഈ വർഷം അവനൊരു പുതിയ സുഹൃത്ത് കിട്ടിയിട്ടുണ്ടല്ലോ, അവന്റെ ഒപ്പം പട്ടം പറപ്പിക്കാൻ. മകരസംക്രാന്തി ദിവസം രവിയും ഗോപിയും അവരുടെ വീട്ടിന്റെ ടെറസിൽ നിന്ന് പട്ടം പറപ്പിക്കാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരുടെയും അച്ഛന്മാർ വരുന്നത് കണ്ടു. അവർ എന്തിനാണ് വരുന്നതെന്ന് കരുതി രണ്ടുപേരും കുഴഞ്ഞു നിൽക്കുകയായിരുന്നു. അടുത്ത് വന്നിട്ട് രവിയുടെ അച്ഛൻ പറഞ്ഞു, രവി, ഗോപി, ഞാൻ ഗോപിയുടെ കുടുംബത്തെയും ഈ മകരസംക്രാന്തിയിൽ നമ്മളോടൊപ്പം ചേർന്ന് ആഘോഷിക്കുവാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും അമ്മമാർ വളരെ ബിസിയാണ് നമുക്കുണ്ടായ ഭക്ഷണം തയ്യാറാക്കുവാൻ വേണ്ടി. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് പട്ടം പറപ്പിക്കാൻ വരാമോ? രവിക്കും ഗോപിക്കും വേറെ ഒന്നും തോന്നിയിട്ടില്ല. വളരെ സന്തോഷത്തോടെ രണ്ടുപേരും അവരുടെ അച്ഛന്മാരെ പോയി കെട്ടിപ്പിടിച്ചു. അവർക്ക് വളരെ സ്നേഹവും നന്ദിയുമുണ്ട്. ഈ വർഷത്തെ ഉത്സവം രവിക്കും ഗോപിക്കും മാത്രം പ്രത്യേകമായതല്ല, അവരുടെ അച്ഛന്മാർക്കും വളരെ പ്രത്യേകമായതാണ്. അവരുടെ പട്ടങ്ങൾ കുറെ പറന്നുപോയി എതിരെയുള്ള പട്ടങ്ങളെയൊക്കെ മുറിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒച്ചത്തിൽ പറഞ്ഞു,